ജ്യോതി ലാബ്സ് മുംബൈ. ജ്യോതി ലാബ്സ് ലിമിറ്റഡ് നിങ്ങൾക്കറിയാം, എം.പി. രാമചന്ദ്രൻ 1983 ആരംഭിച്ച കമ്പനിയാണ്. ഈ കമ്പനിയുടെ പേര് ചിലപ്പോൾ ചില പ്രേക്ഷകർക്ക് പെട്ടെന്ന് പിടികിട്ടില്ല. ജ്യോതി ലബോറട്ടറീസ് ആണ് ഉജാല എന്ന ലോക പ്രശസ്ത ബ്രാൻഡ് ചെയ്തത്. ഇപ്പോൾ അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ മുത്തേടത്ത് ജ്യോതിയാണ്, അതിൻ്റെ ചെയർമാൻ എം.പി. രാമചന്ദ്രനുമാണ്. ഞാനിത് പറയാൻ കാരണം, ജ്യോതി ലാബ്സ് മുംബൈ ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ രുദ്ര തീർത്ഥക്കുളം നവീകരിക്കുകയാണ്. സിഖ് ഗുരു രാംദാസ് നിർമ്മിച്ച അമൃതസർ കുളം ഉൾപ്പെടെ കുറേ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് കാര്യങ്ങൾ ചെയ്ത നാനോ ബബിൾ ടെക്നോളജി ഗുരുവായൂരിലെ കുളം ശുദ്ധീകരിക്കാൻ അവർ ഉപയോഗപ്പെടുത്തും. ജ്യോതി ലാബ്സ് ഗുരുവായൂരിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കിപ്പം സൂരജ് സജി ചേരുന്നു. സൂരജ്, ഗുഡ് മോർണിംഗ്. ജ്യോതി ലാബ്സ് അവതരിപ്പിക്കുന്ന ഒരുപക്ഷെ കുറേ സ്ഥലത്ത് പരീക്ഷിച്ച് വിജയിച്ച ഈ ടെക്നോളജിയുടെ വിശദാംശങ്ങൾ നമുക്ക് എന്താണ് ലഭിച്ചത്? ഈ തീർത്ഥക്കുളം എങ്ങനെ നവീകരിക്കുമെന്നാണ് ജ്യോതി ലാബ്സ് തീരുമാനിച്ചിട്ടുള്ളത്? എസ് കെ, ആദ്യം എന്തായാലും ഈ കുളത്തിലേക്ക് പോകാം എന്നുള്ളതാണ് തോന്നുന്നത്. ഈ പായലൊക്കെ പിടിച്ച് നല്ല പച്ച നിറത്തിലാണുള്ളത്. അത് ഈ വെള്ളത്തിൽ പായലുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും അതായത് ഈ നാനോ ബബിൾ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഈ വെള്ളം ശുദ്ധീകരിക്കാനുള്ള നടപടിയുമായിട്ടാണ് ഈ ജ്യോതി ലാബ്സിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് 6 മാസത്തിനുള്ളിൽ ഇതൊരു ശുദ്ധ ജല കുളമായി മാറും എന്നുള്ളതാണ് പറയുന്നത്. ഈ പച്ച കളറൊക്കെ മാറി പായലിന്റെ നിറമെല്ലാം മാറുന്ന തരത്തിലാണ് ഇതിന്റെ ക്രമീകരണങ്ങൾ എന്നുള്ളതാണ് പറയുന്നത്. ഇതാണ് ഇതിനു വേണ്ട, അതായത് നാനോ ബബിൾ ടെക്നോളജി ഉപയോഗിച്ച് ശുദ്ധീകരിക്കുന്ന യന്ത്രം. ഇത് ഇവിടെ ജ്യോതി ലാബ്സിന്റെ പേര് കാണാം. ജ്യോതി ലാബ്സിന്റെ നേതൃത്വത്തിലാണ് ഇത്. എസ് കെ സൂചിപ്പിച്ച പോലെ തന്നെ അമൃത്സർ അടക്കമുള്ള മേഖലകളിൽ പല കുളങ്ങളിലും ക്ഷേത്രക്കുളങ്ങളിലും ഇത് പരീക്ഷിച്ച് വിജയിച്ച ഒരു ടെക്നോളജിയാണ്. അതായത് ഈ വെള്ളം ഇവിടെ നിന്ന് തന്നെ എടുത്ത് ശുദ്ധീകരിച്ച് ഫിൽട്ടർ ചെയ്ത് കുളത്തിലേക്ക് വീണ്ടും ഒഴുക്കുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങളാണ്. എന്തായാലും നമ്മളോടൊപ്പം ഇപ്പോൾ എന്തായാലും ഈ ജ്യോതി ലാബ്സിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ സഹപ്രവർത്തകരൊക്കെ ആയിട്ടുള്ള ആളുകളുണ്ട്. രാമചന്ദ്രൻ സാറിന് എത്താൻ സാധിച്ചിട്ടില്ല, എന്നാൽ പോലും അതിന് ചുക്കാൻ പിടിക്കുന്ന, ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ആളുകളെല്ലാം തന്നെയുണ്ട്. ഗീതാ മാഡം ഉണ്ട്, സൗത്ത് സോൺ ഹെഡ് ഉണ്ട്. എന്തായാലും നമുക്ക് ഗീതാ മാഡത്തിലേക്ക് പോകാം. എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ശുദ്ധീകരണം മറ്റു കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്? ഇതിന്റെ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ഇതൊരു നാനോ ബബിൾ ടെക്നോളജി എന്ന് പറഞ്ഞൊരു ടെക്നോളജിയാണ്. ഫുള്ളി കെമിക്കൽ ഫ്രീ ആണ്. ഓക്കെ, ഇത് ഈ വെള്ളത്തിലേക്ക് ഇതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് സ്റ്റഡി ചെയ്തതിന് ശേഷം ഇത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു ടെക്നോളജി വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഈ കുളത്തെക്കുറിച്ച് നമ്മളുടെ ഈ തീർത്ഥക്കുളത്തെക്കുറിച്ച് ഇങ്ങനൊരു ഞങ്ങളുടെ അടുത്തൊരു ഇത് വന്നപ്പം ജ്യോതി മേഡത്തിൻ്റെ അടുത്ത് ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങളുടെ MD ജ്യോതി മേഡം പറഞ്ഞു നമുക്കത് ചെയ്യാം. അങ്ങനെയാണ് ആ മേഡത്തിന് കിട്ടിയൊരു ഭാഗ്യമായിട്ടാണ് മേഡം ഇത് പറയുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഇതിലേക്ക് വന്നത്. ഓക്കെ, അപ്പം അത് ഞങ്ങളുടെയും കൂടി ഒരു ഭാഗ്യമാണ്. അങ്ങനെയാണ്. അപ്പം ഇങ്ങനൊരു ഞങ്ങളുടെ ഈ ജഗജ്ജീത് സർ ഇവിടെ ഉണ്ട് ആള്. അത് ഡൽഹി ബേസ്ഡ് കമ്പനിയാണ്. ഈ ഒരു ടെക്നോളജി ഒരു അമേരിക്കൻ ടെക്നോളജിയാണ്. ഈ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് ചുരുക്കം ആൾക്കാരുടെ അടുത്തേ ഉള്ളൂ ഇത്. ഓക്കെ, കേരളത്തിൽ ആദ്യമായിട്ടാണ്. അപ്പം അതിന് ഞങ്ങൾക്കൊരു ഭാഗ്യമായിട്ട് സൗത്ത് സോൺ ഹെഡ് ആണ് ഇതിന്റെ ഉദ്ഘാടനം. ഇത് നമുക്ക് ഭക്തർക്ക് ഉപകാരപ്പെടുന്ന ഒരു പദ്ധതി, വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മേൽശാന്തി അതോടൊപ്പം തന്നെ കീഴ്ശാന്തിമാരും കുളിച്ച് ഈ തീർത്ഥക്കുളത്തിൽ കുളിച്ചിട്ടാണ് അവർ പൂജാകർമ്മങ്ങളിലേക്ക് കടക്കുന്നത്. കൂടാതെ അനവധി ഭക്തർ വന്ന് കുളിച്ചതിന് ശേഷം ശയനപ്രദക്ഷിണം നടത്തുന്നതും ഈ തീർത്ഥക്കുളത്തിൽ കുളിച്ചതിന് ശേഷമാണ്. അപ്പം എന്തുകൊണ്ടും ഇത് ശുദ്ധമായിരിക്കണം എന്നുള്ളത് എല്ലാ ഭക്തരുടെ ആഗ്രഹമാണ്. അതോടൊപ്പം തന്നെ ഈ ഗുരുവായൂർ എന്നുള്ള ആ പ്രദേശത്ത് ജനിച്ചു വളർന്ന രാമേന്ദ്ര സാറിൻ്റെ വലിയൊരു ആഗ്രഹമാണ്. അത് നിറവേറ്റാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് കൃഷ്ണന്റെ ഒരു ശരിക്കും കടാക്ഷം എന്ന് പറയാം നമുക്ക്. ഇത്തരത്തിൽ തന്നെയാണ് എന്തായാലും വലിയ ഒരു പദ്ധതി, അതായത് കേരളത്തിൽ തന്നെ ആദ്യമായി നടപ്പിലാക്കുന്ന ഒരു പദ്ധതി എന്ന് പറയാവുന്ന നല്ല ഒരു ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. എന്തായാലും 100 കണക്കിന് ഭക്തരാണ് എല്ലാ ദിവസവും ഈ കുളത്തിലെത്തി ഈ കുളിച്ചു തൊഴുതതിന് ശേഷം ഗുരുവായൂരപ്പനെ കാണുന്നത്. അവർക്കെല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് ഈ പദ്ധതി മാറുകയാണ്. അല്പസമയത്തിനകം ഔദ്യോഗികമായി പദ്ധതിക്ക് തുടക്കം കുറിക്കും. SK. ഓക്കെ, താങ്ക് യു സൂരജ് സജി. എന്തായാലും ജ്യോതി ലാബ്സിൻ്റെ ഈ പ്രവർത്തനം ശ്ലാഘനീയമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ 10,000 ആളുകൾ ഈ ഭക്തന്മാർ ഈ തീർത്ഥക്കുളം ഉപയോഗിക്കുന്നുണ്ട്. എന്തായാലും രുദ്ര തീർത്ഥക്കുളം പുതിയ ടെക്നോളജി ഉപയോഗിച്ചാണ് ജ്യോതി ലാബ്സ് നവീകരിക്കാൻ പോകുന്നത്. അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് നമുക്ക് സംപ്രേഷണം ചെയ്യും.